ഹായ് വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്ന് ഒരു സ്പെഷ്യൽ ലഞ്ച് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഇത് മുരളിയേട്ടന് ബർത്ത്ഡേ സ്പെഷ്യൽ ലഞ്ചാണ് കേട്ടോ. അപ്പം 2 ദിവസം മുന്നേ ഞാൻ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഒരു ദിവസം കുറേ നേരം നിൽക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാലൊക്കെ വേദന എടുക്കും. പിന്നെ എനിക്ക് സെഷൻസും ഡാൻസ് ക്ലാസ്സും ഒക്കെ ഉണ്ട്. അപ്പം ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എല്ലാം നേരത്തെ കുറച്ച് ചെയ്തു വെച്ചു. അപ്പോൾ ഫസ്റ്റ് കേക്ക് ഉണ്ടാക്കൽ പരിപാടിയാണ് കേട്ടോ. അപ്പം ഞാൻ കേക്കിന് വേണ്ട സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ മേടിച്ച് വെച്ചിരുന്നു. ഇവിടെ സ്റ്റെയിൻസ് എന്ന് പറഞ്ഞിട്ട് കേക്ക് ആക്സസറീസ് ഒക്കെ കിട്ടുന്ന കൊച്ചിൻ്റെ ഒരു ഷോപ്പാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും സ്റ്റെയിൻസ്. ട്രിവാൻഡ്രത്തും ഉണ്ട് കേട്ടോ സ്റ്റെയിൻസ്. അപ്പം അവിടെ പോയി ഞാൻ എല്ലാ പ്രാവശ്യവും ഈ ഡിസംബർ സമയത്താണ് ഈ ബേക്കിംഗ് പൗഡർ, അതൊക്കെ നമ്മൾ ഫ്രഷായിട്ട് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. 6 മാസം കൂടുമ്പോൾ മേടിക്കുന്നത് നല്ലതാണ്. ഞാനങ്ങനെ എപ്പോഴും ഒരു കേക്ക് ബേക്കറൊന്നും അല്ലാത്തതുകൊണ്ട് ഒരു വർഷം കൂടുമ്പോഴേ മേടിക്കാറുള്ളൂ. അപ്പോൾ ഡിസംബർ സമയത്ത് പോയി ഈ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, മൈദ ഒക്കെ മേടിച്ചു വെക്കും. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയത് 1.5 കപ്പ് മൈദ വേണം. അത് മെഷറിംഗ് കപ്പിലാണ് ഞാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു സെയിം കപ്പിൽ തന്നെ 1.5 കപ്പ് മൈദ. അടുത്തത് 4.5 ടേബിൾ സ്പൂൺ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറും ഇതേപോലെ ഞാനിപ്പം ആ ഒരു മെഷറിങ് ടേബിൾ സ്പൂണിൽ തന്നെയാണ്. അത് ഇല്ലാത്തവരാണെങ്കിൽ നോർമൽ ടേബിൾ സ്പൂണിൽ, ഇപ്പോൾ കൊക്കോ പൗഡറിൻ്റെ മെഷർമെൻ്റ് ഒന്നും ഒരുപാട് കൂടിയാലും കുഴപ്പമില്ല, എന്നാലും ഇങ്ങനെ ഒത്തിരി കൂമ്പാരം പോലെ എടുക്കരുത്. കുറച്ച് നികത്തി നോർമൽ ടേബിൾ സ്പൂണിൽ എടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് ഇതിന് ബേക്കിംഗ് സോഡ ആവശ്യമില്ല കേട്ടോ. ഈ കേക്കിന് ബേക്കിംഗ് പൗഡർ മാത്രം മതി. അത് 2.25 ടീസ്പൂണാണ് ബേക്കിംഗ് പൗഡർ വേണ്ടിയത്. അതും ഏകദേശം ഒന്ന് മെഷർ ചെയ്ത് കറക്റ്റ് ആകാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ എടുക്കുന്നത് ഉപ്പ് ഒരു 2 പിഞ്ച് ഉപ്പ്. പിന്നെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത്രയും മതി. ഇതെല്ലാം കൂടെ ഒരു 3 പ്രാവശ്യം സീവ് ചെയ്ത് മാറ്റി വെക്കുക. 3 പ്രാവശ്യം സീവ് ചെയ്താലാണ് കേക്കിൻ്റെ ടെക്സ്ചർ എപ്പോഴും നന്നാവാതെ. എല്ലാവരും കേക്ക് ഉണ്ടാക്കുമ്പോൾ പറയുന്നതാണല്ലോ, അറിയാവുന്നതായിരിക്കും നിങ്ങൾക്ക്. ഇനി അടുത്ത് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അപ്പം 3 മുട്ട. ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ള സംഭവമായിരിക്കണം കേട്ടോ. ഞാൻ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിരുന്ന മുട്ടയും ബട്ടറും ഒക്കെ രാവിലെ എടുത്ത് പുറത്ത് വെക്കുക, വെളുപ്പിനെയൊക്കെ എടുത്ത് പുറത്ത് വെക്കുന്നതാണ് നല്ലത്. 3 മുട്ടയും 2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒന്ന് ഹൈ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിങ്ങനെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്യുക. ഈ അടി മുട്ടാതെ ബീറ്റ് ചെയ്യുന്നതാണ് വേഗം പതഞ്ഞ് വരാൻ നല്ലത് കേട്ടോ. ഇനിയും അതിലോട്ട് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുക. ഞാനിപ്പോൾ പൊടിച്ച പഞ്ചസാര ആയിട്ട് തന്നെ ഈ സ്റ്റെയിൻസിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അല്ലെങ്കിൽ നോർമൽ പഞ്ചസാര എടുത്ത് പൊടിച്ചിട്ട് 1.5 കപ്പ് ചേർത്താലും മതി. അങ്ങനെ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുക. പിന്നെ തൈരാണ് ചേർക്കുന്നത്. അധികം പുളിയില്ലാത്ത തണുപ്പില്ലാത്ത തൈര്, 6 ടേബിൾ സ്പൂൺ തൈര് കഴിഞ്ഞിട്ട് 150 ഗ്രാം ബട്ടർ ചേർക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 150 ഗ്രാം ബട്ടർ എന്ന് പറഞ്ഞാൽ 100 ഗ്രാം ഫുള്ളായിട്ട് ചേർത്തു, പിന്നെ അടുത്ത 100 ഗ്രാം പകുതി ചേർത്തു, അങ്ങനെ ചെയ്ത് ഈ സമയത്ത് ബീറ്റ് ചെയ്യുമ്പോൾ ചെറിയ ഒരു പിരിഞ്ഞു പോയതുപോലെ ഒരു ഫീലിംഗ് വരും. അത് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ അടുത്ത് ചേർത്ത് മിക്സ് ചെയ്യാണ്. ആ സമയത്ത് അത് ഓക്കെ ആയിക്കോളും കേട്ടോ. അത് പകുതിയായിട്ട് ചേർത്ത് ഇനിയും ബീറ്റർ ഉപയോഗിക്കേണ്ട, പതുക്കെ ഒരു വിക്സ് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ഇത് 1 kg കേക്കിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് 1/2 kg മതിയെങ്കിൽ നേരെ ഇതിൻ്റെ പകുതി ചേർത്താൽ മതി. ഇനി ലാസ്റ്റായിട്ട് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് 6 ടേബിൾ സ്പൂൺ ഇളം ചൂട് പാലാണ് ചേർക്കുന്നത്. അതും ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് പതുക്കെ എല്ലാം കൂടെ മിക്സ്. ഇത് ഫൈനലായിട്ട് എല്ലാ മിക്സിങ്ങും കഴിഞ്ഞതിന് ശേഷം ഒരു പാല് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് ചേർക്കുക, ലാസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ട് പതുക്കെ മിക്സ് ചെയ്യുക. ആ ഒരു എയർ ഇതൊന്നും പോകാതെ, മറ്റേ അതിനകത്ത് കയറിയ ടെക്സ്ചറൊന്നും പോകാതെ പതുക്കെ മിക്സ് ചെയ്യുക. പിന്നെ ഓവൻ ഞാൻ 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്റ്റൗവിലാണ് ചെയ്യുന്നതെങ്കിൽ ആ പാത്രം അങ്ങനെ തന്നെ ചൂടാക്കാൻ വെക്കുക. ഓവനിലാണ് 170 എന്ന് പറഞ്ഞത്. ഇതൊരു തിക്ക് ബാറ്ററാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടുക്ക് പൊങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടി സൈഡിലോട്ടൊക്കെ ആക്കുക. കാരണം ലൂസ് ബാറ്ററല്ല, കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ്. പക്ഷേ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം സൈഡിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കേക്കിന് മുകൾ വശം ഇങ്ങനെ പൊങ്ങി വരുവേ, ഈവൻ ആയിട്ട് വരത്തില്ല. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കുക. 170 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റാണ് ബേക്ക് ചെയ്യേണ്ടത്. സ്റ്റൗ ടോപ്പിലാണെങ്കിലും ഒരു 45 to 50 മിനിറ്റ് മീഡിയം ലോ ഹീറ്റിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുക. സ്റ്റൗ ടോപ്പിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, പാത്രം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുക. പിന്നെ ഞാനിത് ഫുള്ള് 1 kg ആയിട്ട് ഒഴിച്ചില്ല. മുരളിയേട്ടന് ആദ്യത്തെ ദിവസം ഉണ്ടാക്കുന്നതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണമെന്ന് 2 എണ്ണം കപ്പ് കേക്ക് ആയിട്ട് ആക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ പിന്നെ ഇത് 2 ദിവസം മുന്നെയാണ് ഈ
ഫസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നത്, പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ റണ്ണറൊക്കെ ഒന്ന് മാറ്റാനായിട്ട് വന്നു. കാരണം അതൊക്കെ ലാസ്റ്റ് മിനിറ്റ് ചെയ്യാൻ പോയാൽ പിന്നെ പണിയാണ്. നമ്മളൊരു ലഞ്ച് ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ വേറെ അമ്മ മാത്രമേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഗസ്റ്റിനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ആ ദിവസം ചെയ്യാൻ നിന്ന് നല്ല ബുദ്ധിമുട്ടാണല്ലേ. അപ്പം തലേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മുന്നേ നമുക്ക് ബാക്കി ടേബിളും ഒക്കെ സെറ്റാക്കി വെക്കാം. അപ്പം ഞാൻ റണ്ണർ മാറ്റി. പിന്നെ നടുക്ക് ജസ്റ്റ് ഒരു ചെറിയ ട്രേ എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നത് ഇരിപ്പുണ്ടായിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഗായത്രി ഗിഫ്റ്റ് തന്നതാണ്. അപ്പം അത് ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് ഒരു ചെറിയൊരു പ്ലാന്റ് വെച്ച് ഒരു ക്യാൻഡിലും വെച്ചു. അപ്പം ഒരു ഭംഗിയല്ലേ കാണാൻ. സ്ഥിരമുള്ള ഒരു ടേബിൾ ഡെക്കർ ചെയ്ത് മാറ്റി. പിന്നെ ഇത് ഞാൻ ആ ചെറിയ കോസ്റ്റർ ഹോം സെൻറ്ററിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചായിരുന്നു ഹോം സെൻറ്റർ ഷോപ്പിങ്ങിന് പോയപ്പം. അപ്പം അത് ഇതിന് ചേരുന്നതായിട്ട് തോന്നി. അങ്ങനെ അതൊക്കെ അവിടെ പ്ലേസ് ചെയ്തു. അപ്പം ഇടയ്ക്ക് നമുക്കൊരു ചേഞ്ച് തോന്നുമല്ലോ. പിന്നെ കേക്ക് പുറത്തെടുത്ത് കഴിഞ്ഞ് അതിങ്ങനെ ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചു കേട്ടോ, ഡ്രൈ ആയി പോകാതിരിക്കാൻ. ഇത് അടുത്തത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇനിയും ബാക്കി ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ടർക്കിഷ് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ബോൺലെസ് ചിക്കൻ, മുരളിയേട്ടന് നാടൻ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ബോൺലെസ് ചിക്കൻ എനിക്ക് വലിയ താല്പര്യമില്ല, ബോൺലെസ് മതി എന്ന് പറഞ്ഞു. അപ്പം ടർക്കിഷ് ചിക്കൻ 1 കിലോ ചിക്കൻ ചെറിയ പീസായിട്ട് മുറിച്ച് വെക്കുകയാണ്. എന്നിട്ട് അതിനുള്ള മസാല എന്ന് പറയുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ബട്ടറിൽ ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ. ആ മുളക് പൊടിയുടെ ഒരു പച്ച ടേസ്റ്റ് മാറാനായിട്ട് അത് ലോ ഫ്ലെയിമിൽ ബട്ടറും ഇട്ട് ഒരു ഇച്ചിരി മുളക് പൊടിയും ഒരു ഇച്ചിരി 1 ടീസ്പൂൺ ജീരകപ്പൊടിയില്ലേ, നമ്മൾ ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതും കൂടെ ഒന്ന് ചൂടാക്കുകയാണ്. ഫെനലല്ല, മറ്റേ ക്യുമിൻ സീഡ്സ്, അതും കൂടെ ഒന്ന് ചൂടാക്കി അത് മാറ്റി വെച്ചു. ഇനിയും ഇത് 1 കിലോ ചിക്കൻ ബ്രസ്റ്റ് ചെറിയ പീസായിട്ട് മുറിച്ചു. അതിലോട്ട് ഒരു നാരങ്ങയുടെ നീര് ചേർത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്തു. ഇഞ്ചിയില്ല, വെളുത്തുള്ളി ചതച്ചത് മാത്രം ചേർത്തു. പിന്നെ അടുത്തത് ആ പൊടികൾ ചൂടാക്കിയത്, ഏകദേശം 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്സുമാണ് കേട്ടോ. അത് ചൂടാക്കി ചേർത്താലാണ് ഒരു പച്ച ടേസ്റ്റ് മാറാൻ നല്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തു. ഇനിയും അടുത്തത് തൈരാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് തൈര് ഏകദേശം ഒരു 1 കിലോ, 1 കിലോ എന്ന് എന്തൊക്കെയാണ് പറയുന്നത്, 1 കപ്പ് തൈര് വേണം കേട്ടോ. ഇടയ്ക്ക് ഇവിടെ ബെല്ലടിച്ചു. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ പോയി. ഞാൻ അയ്യോ അതാരും തുറക്കുന്നില്ലേന്ന് ആലോചിച്ചപ്പോൾ കോൺസെൻട്രേഷൻ പോയി, അതാണ്. അപ്പം 1 കപ്പ് തൈര് ചേർത്തിട്ട് ഇത് അടച്ച് തലേദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസറിൽ കയറ്റണ്ട, മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഇനിയും ഒരു മസാല പ്രിപ്പയർ ചെയ്ത് വെക്കാം. എന്തിനാണെന്ന് ഞാൻ പറയാം. ഇത് മല്ലി, പിന്നെ കുരുമുളക്, പെരിഞ്ചീരകം, ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ ഒരു ചീനിച്ചട്ടിയിലോട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഫ്ലെയിം മീഡിയം ടു ലോയിൽ വെക്കണം കേട്ടോ. കാരണം ഇത് ഇപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ട് ഞാനൊരു മീഡിയം ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ക്വാണ്ടിറ്റി അങ്ങനെ ഫിക്സഡ് മെഷർമെൻ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാം ഏതാണ് മുന്നിട്ട് വേണ്ടിയത് അതിനനുസരിച്ച് ചേർക്കാം. അങ്ങനെ ഇന്നത് കൂടുതൽ വേണം, ഇന്നത് കുറവ് വേണം, അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാം ഏകദേശം ഒരു ഈക്വൽ മെഷർമെൻറ്റാണ് ചെയ്തത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കുരുമുളക്, മല്ലി, നമ്മുടെ മുഴുവനായിട്ടുള്ള മല്ലി പൊടിയല്ല, പെരിഞ്ചീരകം, ചെറിയ ജീരകം, ഇത് 4ഉം കൂടെ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പം ഇത് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു മൂത്ത മണം വരുമ്പോഴത്തേക്കും അടുത്ത് ചേർക്കുന്നത് കപ്പലണ്ടി ഇല്ലേ, അത് ഉപ്പുള്ള കപ്പലണ്ടി ആണെങ്കിൽ ഉപ്പില്ലാത്ത കപ്പലണ്ടി ആയാലും കുഴപ്പമില്ല, തൊലിയുള്ള കപ്പലണ്ടി വേണ്ട കേട്ടോ. അപ്പം കപ്പലണ്ടി ചേർത്തു. പിന്നെ കപ്പലണ്ടിയുടെ കൂടെ തന്നെ അടുത്തത് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില നല്ലോണം വേണം, അതിൻ്റെ തണ്ടില്ലാതെ ഇലകൾ മാത്രമായിട്ട് ചേർക്കുക. അപ്പോൾ ഫ്ലെയിം നല്ല സിമ്മിലാക്കുക, ഏറ്റവും സിമ്മിലാക്കുക. ഈ കപ്പലണ്ടിയും കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞിട്ട് എന്നിട്ട് കപ്പലണ്ടിയോട് കറിവേപ്പിലയോട് ഇട്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞ് ഇത് നന്നായിട്ട് പൊടിച്ച് വെക്കുക. നമുക്കൊരു മസാല റെഡിയാക്കി ഇത് കുപ്പിക്കകത്ത് അടച്ചു വെച്ചാൽ കുറേ സംഭവങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഞാൻ പറയാം കേട്ടോ, ഉണ്ടാക്കുന്ന നേരത്ത് പറയാം. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനിയും ഞാനൊരു ഗനാഷ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 500 ഗ്രാം കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. ഇതും സ്റ്റെയിൻസിൽ നിന്ന് മേടിച്ചാണ്. ഇതെല്ലാം ഓൺലൈൻ അവൈലബിൾ ആണ്. ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ. ഗനാഷൊക്കെ ഉണ്ടാക്കി വെച്ച് ചുമ്മാ കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഇത് നട്ട്സ്, ഇതിന് വേണ്ടിയിട്ട് കേക്കിന് വേണ്ടിയിട്ട് നട്ട്സ്, ഇതൊരു 10 വാൽനട്ടും 10 ബദാമും ഞാൻ ചെറിയ ഹീറ്റിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി മാറ്റി വെച്ചു. അതവിടെ ഇരിക്കട്ടെ, അതിൻ്റെ ചൂട് പോകുന്നവരെ അവിടെ ഇരിക്കട്ടെ. ഇതൊരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വിപ്പിംഗ് ക്രീം അല്ല, ഫ്രഷ് ക്രീമില്ലേ, നോർമൽ അമുലിൻ്റെ സാധാരണ ഫ്രഷ് ക്രീം, അത് ഒരു 250 ml വേണം. ഇതിൻ്റെ കണക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗനാഷിൻ്റെ കണക്ക് എന്താണെന്ന് വെച്ചാൽ ആ ഒരു
2:1 പ്രപ്പോർഷനാണ്. ഇപ്പം 500 ഗ്രാം നമ്മൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ 250 ml, അത് 2:1, 250 ml ക്രീമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതാണ് നല്ല തിക്ക് ഫ്രോസ്റ്റിങ്ങിന് എടുക്കേണ്ട ഗനാഷിൻ്റെ ഒരു കണക്ക്. അങ്ങനെയാണ് വേണ്ടത്. നിങ്ങൾക്ക് ലൂസായിട്ടാണ് വേണമെങ്കിൽ ആ ഒരു 1:1 പ്രപ്പോർഷൻ എടുക്കാം. ഇപ്പോൾ തിക്കിന് വേണ്ടിയിട്ടാണ് 2:1. മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ, പ്രപ്പോർഷൻ മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോളൂ. ഇതാണ് നല്ല തിക്ക് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോർഷൻ. എന്നിട്ട് ഇത് നമ്മൾ ഡബിൾ ബോയിലിംഗ് എടുത്ത് അടിയിലൊരു പാത്രം വെച്ച് വെള്ളം വെച്ച് അതിൻ്റെ പുറത്തൊരു കണ്ണാടി പാത്രം വെച്ച് ചൂടാക്കി എടുക്കാം. പല മെത്തേഡ്സ് ഉണ്ട് കേട്ടോ ഗനാഷ് ചെയ്യാൻ. ഇതിൽ ഒരു മെത്തേഡാണ്. വേറെ മെത്തേഡാണെന്ന് വെച്ചാൽ വെറുതെ ആ ഒരു വിപ്പിംഗ് ക്രീം ചൂടാക്കിയെടുത്ത് അത് ചൂട് മാറിക്കഴിഞ്ഞ് ഈ മറ്റേ ഈ സംഭവം ചോക്ലേറ്റ് അതിൻ്റെ അതിനകത്തോട്ട് വെറുതെ ഇട്ട് വെച്ചാലും അത് ചെയ്യും. പല മെത്തേഡ്സ് ഉണ്ട്. ഞാനതിൽ ഒരു മെത്തേഡ് മാത്രമാണ് ചെയ്തേക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. ചോക്ലേറ്റ് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ചൂടാക്കി വെച്ച നട്ട്സ് ഇല്ലേ, അതൊന്ന് പൊടിച്ച് നട്ട്സ് കത്തി വെച്ചിട്ട് അതിൻ്റെ ഒന്ന് ചെറിയ പീസായിട്ട് മുറിച്ച് മാറ്റി വെക്കുകയാണ്. ഇനി കേക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം. മുരളിയായിട്ട് ഭയങ്കര ക്രഞ്ചി, ഭയങ്കര ചോക്ലേറ്റി കേക്ക് വേണം എന്നിങ്ങനെ കൊതി പിടിച്ചിരിക്കുകയാണ്. അതിന് വേണ്ടി ഞാൻ മാക്സിമം ക്രഞ്ചി ആക്കുകയാണ്. അപ്പം അകത്തെ ലെയറിലൊരു ഗനാഷ് ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഒരു കപ്പിനകത്ത് ഈ നമ്മുടെ സിപ്പർ ബാഗിൽ, എൻ്റെ കയ്യിൽ മറ്റേ ഈ പൈപ്പിംഗ് ബാഗൊന്നുമില്ല, സിപ്പർ ബാഗ് കോണാക്കി വെച്ചിട്ടാണ് ആ കപ്പിനകത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ സിപ്പർ ബാഗ് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ വേറൊരു പണി ചെയ്യുന്നത്, കോൺഫ്ലേക്സ് പൊടിച്ചിട്ട് കുറച്ച് ഗനാഷ് ഒരു പാത്രത്തിലെടുത്ത് ഈ കോൺഫ്ലേക്സ് പൊടിച്ചിട്ട് എക്സ്ട്രാ ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ആ ഒരു കോൺഫ്ലേക്സ് മിക്സ് ചെയ്ത് കൈവച്ചിട്ട് തന്നെ പൊടിക്കുക കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കൈവച്ചിട്ട് തന്നെ ജസ്റ്റ് പൊടിച്ച് അങ്ങനെ അങ്ങ് ഇട്ടു കുറച്ച് ഗനാഷിനകത്തുണ്ട്. അപ്പോൾ നല്ല ക്രഞ്ചിയാവും. മുരളിയേട്ടന് ഭയങ്കര ക്രഞ്ചി കേക്ക് വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏത് ബേക്കറിൻ്റെ അടുത്ത് പറഞ്ഞാലും മുരളിയേട്ടന് വേണ്ടിയ ക്രഞ്ചിനെസ് ഒന്നും കിട്ടത്തില്ല. മുരളിയേട്ടൻ ഞാൻ തന്നെ ഉണ്ടാക്കണം നിർബന്ധം പിടിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ കേക്ക് വേണമെന്ന് നിർബന്ധമായിരുന്നു. അങ്ങനെ ഞാൻ അത്രയും ക്രഞ്ചിയായിട്ട് അത്രയും സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. അപ്പം ആ ഒരു ഗനാഷിനകത്ത് ഈ ഒരു കോൺഫ്ലേക്സും കൂടെ അത് ഒന്ന് ലെയർ ചെയ്യണം. ഫുൾ ആദ്യത്തെ ലെയറിനകത്ത് ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതിൻ്റെ ക്രഞ്ചിനെസ്. അടുത്ത് എന്താ ചെയ്യുന്നത് അറിയാം, നമ്മുടെ നട്ടീസ് ഇല്ലേ, അതിങ്ങനെ ഒന്ന് വെക്കുകയാണ്. അകത്ത് പല ഇതായിട്ട് നട്ടീസ് ഇതെല്ലാം ഇങ്ങനെ സീക്രട്ടായിട്ട് അകത്ത് വെക്കുമ്പോൾ ആ ചോക്ലേറ്റ് ആ കേക്ക് കഴിക്കുമ്പോൾ ഉള്ള ഒരു ക്രഞ്ചിനെസ് നിങ്ങളൊന്ന് ആലോചിച്ച് അകത്ത് ഫുള്ള് നമ്മുടെ നട്ടീസ് വെച്ചു. ഇനി പൊടിച്ച് വെച്ചിരുന്ന നട്ട്സ് അകത്ത് പൊടിച്ച് നമ്മൾ മുറിച്ച് വെച്ചിരുന്ന മറ്റേ ഇപ്പം നേരത്തെ ബദാമും ഹേസൽനട്ടും ഇല്ലേ, അതൊരു 10 എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിവിടെ പഴയത് കുറച്ച് ഇരുന്നതാണ്, എക്സ്ട്രാ ഇതിനു വേണ്ടി മേടിച്ചു തന്നാലും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച്. അപ്പം അത് വെച്ചു. ഇനി അടുത്ത കേക്ക് ലെയർ ഞാൻ തിരിച്ചു വെച്ചു കേട്ടോ. മറ്റേ മുകൾ വശമല്ല, കമത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്തും ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു. പിന്നെ തിരിച്ചും അതേപോലെ ചെയ്തു. ഒരു കിളിക്കൂടുമൊക്കെ ഇരുന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ മുകളിലോട്ട്. അത് ഈ ബേക്കേഴ്സൊക്കെ ചെയ്യുന്നത് കണ്ട് പഠിച്ചതാണ് കേട്ടോ. ഞാനിതിനൊട്ടും എക്സ്പേർട്ടല്ല ഫ്രോസ്റ്റിങ്ങിന്. ഞാൻ പറഞ്ഞു എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാം, നന്നായിട്ട് എൻ്റെ കേക്കൊക്കെ വരാറുണ്ട്, ടേസ്റ്റ് വരാറുണ്ട്. പക്ഷേ എനിക്ക് ഈ ഡെക്കറേഷൻ ഫ്രോസ്റ്റിംഗ് പാർട്ട് വളരെ മോശമാണ്. അത് ഞാൻ ഓപ്പണായിട്ട് പറയുന്നു. കാരണം നമുക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത കാര്യം അറിഞ്ഞുകൂടാന്നല്ലേ പറയാൻ പറ്റൂ. എനിക്കതിൻ്റെ ഡെക്കറേഷൻ പാർട്ട് ഞാൻ വളരെ വീക്കാണ്. എങ്ങനെയൊക്കെയോ ഇത്രയൊക്കെ ഒപ്പിച്ചെടുത്തു. പിന്നെ അതിൻ്റെ പുറത്തോട്ട് ഈ നട്ട്സൊക്കെ ഇങ്ങനെ വാരി അങ്ങ് വെതറി മുകളിലും കുറച്ചിട്ടു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന നട്ടീസ് എല്ലാം വെച്ചിട്ട് മുകളിലും ഇതേപോലെ ചെയ്യുവാണ് കേട്ടോ. നട്ടീസും പിന്നെ വേറൊരു ചോക്ലേറ്റും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നട്ടീസ് പോലെ അതേപോലെ ഉണ്ട പോലുള്ള ഒരു സംഭവമില്ലേ, അതും കൂടെ മേടിച്ചിട്ടുണ്ട്. അത് രണ്ടും വെച്ചിട്ട് മുകളിൽ അങ്ങനെ ചെയ്ത് കേക്ക് സെറ്റായി. സൂപ്പർ ക്രഞ്ചി കേക്ക്, സൂപ്പർ ക്രഞ്ചി, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെ അത് ഫ്രിഡ്ജിലോട്ട് കയറ്റി. നെക്സ്റ്റ് ഡേ ആണ് ഇനി. അന്ന് ഇതിപ്പോൾ ബർത്ത്ഡേ ലഞ്ചിൻ്റെ ദിവസമാണ് കേട്ടോ. അന്ന് രാവിലെ ഇനി ഒരു പുലാവാണ്. അതിനുവേണ്ടി റൈസ് വേവിക്കാനായിട്ട് എല്ലാം മസാല ഇട്ട് വെള്ളം തിളപ്പിച്ച് ബസ്മതി റൈസ് വേവിക്കുകയാണ് കേട്ടോ. ഫുൾ മസാല ഇട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഇനി രാവിലെ തന്നെ മുരളിയേട്ടൻ ഇന്നൊരു ഫുൾ ഇവിടെ അസോസിയേഷൻ മീറ്റിംഗ് ആണ്. രാവിലെ മുതൽ വീട്ടിൽ കാണത്തില്ല. രാവിലെ കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ആ പരിപാടി രാവിലെ കഴിക്കാൻ ഞാനിവിടെ ക്യാൻഡിൽസൊക്കെ വെച്ചു, നന്ദുവിനെ കൊണ്ടുവന്നു. അങ്ങനെ കേക്ക് കംപ്ലീറ്റ് സെറ്റാക്കി വെച്ചു.
എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ മുരളിയേട്ടൻ്റെ എക്സ്പ്രഷനിൽ നിന്നും അതിൻ്റെ ടേസ്റ്റ് എത്ര ഗംഭീരാന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇത് ആർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്യുക കേക്ക് ഉണ്ടാക്കാൻ. എനിക്കറിഞ്ഞൂടാ, എനിക്ക് വയ്യ വിചാരിക്കേണ്ട. ഈസി ആയിട്ട് ഇപ്പോൾ ദേ സാധനങ്ങൾ മേടിച്ച് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതിനേക്കാൾ എത്ര ടേസ്റ്റി ആണെന്ന് പറയാം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്കതിനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മുരളിയേട്ടന് ഇത്രയും ക്രഞ്ച് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും കൊത്തുപണികൾ നടത്തി മുരളിയേട്ടൻ്റെ ഇഷ്ടത്തിനാക്കി കൊടുത്ത്. മുരളിയേട്ടൻ എന്നിട്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു പറയും സൂപ്പറായിട്ടുണ്ട് അന്ന് വൈകുന്നേരം വരെ പറഞ്ഞോളൂ. ഞാൻ മതി ഇനിയും പറയണ്ടെന്ന് പറഞ്ഞു. സാറിന് ഇത്രയൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാറില്ല കേട്ടോ. അത് രാത്രിയിലും വൈകിട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കേക്ക്. അപ്പോൾ മുരളിയേട്ടന് വേഗം പോകണമായിരുന്നു, അതുകൊണ്ട് വേഗം പറഞ്ഞിട്ട് പോയി. അപ്പോൾ പക്ഷേ വൈകിട്ടും ഒക്കെ വന്നിട്ട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. നമുക്ക് അപ്രിസിയേഷൻ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. പിന്നെ മുരളിയേട്ടൻ ഒരുപാട് പേർക്ക് അത് കേക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കൊടുക്കാനായിട്ട് പല പാത്രങ്ങളിലാക്കി വെച്ചു. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അസോസിയേഷൻ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ മുരളിയേട്ടന് കുറേ പേർക്ക് അത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അത്രയും സന്തോഷമല്ലേ മുരളിയേട്ടൻ അത് കൊടുക്കുന്നത് നമ്മളുണ്ടാക്കി കേക്ക്. അപ്പം ഞാനതിങ്ങനെ പല പാത്രങ്ങളാക്കി വെച്ചു. ഇടയ്ക്ക് വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞ് ഇവിടെ തന്നെയാണ്. അപ്പം ഞാനതിങ്ങനെ ഓരോ പാത്രങ്ങളിലൊക്കെ ആക്കി വെച്ചു. ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ അതെല്ലാം സെറ്റാക്കി. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനായിരുന്നു. നമ്മളുടെ ഒരു ദിവസത്തെ കഷ്ടപ്പാട് അങ്ങനെ ഒരു നന്നായിട്ട് വരുമ്പോഴത്തേക്കും അതൊരു ഇതല്ലേ. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞു. ഇനിയും ക്യാൻഡിലിൻ്റെ ബാറ്ററി, ഇത് മറ്റേ ബാറ്ററി ക്യാൻഡിലാണ് കേട്ടോ, അതെല്ലാം ഇതാക്കി ഇനിയും അടുത്ത കിച്ചണിലോട്ട്. ഇന്നത്തെ കുക്കിംഗ് പരിപാടി ഇന്ന് വലിയ പണിയില്ല. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ദിവസം നമുക്ക് വലിയ പണിയില്ലെങ്കിൽ അത് എളുപ്പമല്ലേ. തലേ ദിവസം നമ്മളൊരു 3/4 പണി ചെയ്ത് വെച്ചാൽ, നമ്മളിപ്പോൾ ഗസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ മിക്ക പണിയും തലേ ദിവസം ചെയ്ത് വെച്ചാൽ ഗസ്റ്റ് വരുന്ന ദിവസം നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ അന്ന് നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. അപ്പം എപ്പോഴും എനിക്ക് പറയാനുള്ളത്, നമ്മൾ തലേ ദിവസം ഓൾമോസ്റ്റ് ഒരു 3/4 പണിയും ആക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ ദിവസം ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് ഡിസ്റ്റർബ്ഡ് ആവും. ഇനി പുലാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. അതും ഞാൻ തലേദിവസം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ദിവസം എൻ്റെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾ വരുന്നുണ്ടാവത്തില്ല. അപ്പം എനിക്ക് പാത്രം കഴുകുന്ന ആളില്ലാത്തതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ തലേദിവസം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മിക്സിയൊക്കെ കഴുകണ്ടേ. അപ്പം തലേദിവസം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം റെഡിയാക്കി. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്തുള്ള പേസ്റ്റാണ് കേട്ടോ. 3ഉം കൂടെ ചേർത്തിട്ടുള്ള പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. അതിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ട് വഴറ്റിയിട്ട് വെജിറ്റബിൾസ്, ഗ്രീൻ പീസ്, ബീൻസ്, ക്യാരറ്റ്, കോളിഫ്ലവർ അതൊന്ന് നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയിട്ട് പിന്നെ പൈനാപ്പിൾ ചേർത്തു. കുറച്ചൊരു 2 പീസ് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തു. ഇത് വെജിറ്റബിൾസ് വഴണ്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചേർത്തത് പൈനാപ്പിൾ. അത് കഴിഞ്ഞിട്ട് പൈനാപ്പിളും കൂടി ഇട്ട്, പൈനാപ്പിൾ വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർക്കല്ലേ, അത് ഞാൻ പ്രത്യേകം പറയുകയാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ പൈനാപ്പിളും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട്, ഇതിനകത്ത് ഇനി വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല. കാരണം ബസ്മതി റൈസ് ഹോൾ സ്പൈസസ് ഇട്ടാണ് വേവിച്ചത്. പിന്നെ ലാസ്റ്റ് ഈ റൈസും കൂടെ ഇടുക. ഈ പൈനാപ്പിൾ ചേർക്കുന്നതാണ് ഈ പുലാവിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. നല്ല ടേസ്റ്റ് അല്ലേ പൈനാപ്പിൾ കൂടെ ചേർക്കുമ്പം. പൈനാപ്പിൾ കുറച്ച് കുക്ക്ഡ് ആവണം, എന്നാൽ ആദ്യം വെജിറ്റബിൾസിൻ്റെ കുക്ക്ഡ് ആവണ്ട, അത്രേ ഉള്ളൂ. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് എല്ലാം കൂടിയിട്ട് റൈസും കൂടിയിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുക. ആ സമയത്ത് ഞാൻ 1 ടീസ്പൂൺ നെയ്യിൽ കുറച്ച് കിസ്മിസും, കാഷ്നട്ട് ഉണ്ടെങ്കിൽ കാഷ്നട്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് കിസ്മിസ് മാത്രം ഒന്ന് വഴറ്റി എടുക്കുകയാണ്. വഴറ്റിയല്ലോ, അതിന് വേറെ എന്തോ പറയുമല്ലോ, മൂപ്പിച്ചോ എന്തോ എടുക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് അതും കൂടി ഇതിൻ്റെ പുറത്തോട്ടൊന്ന് ഇടുക. മല്ലിയില പുതിനയില ഇതിനാവശ്യമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ പുതിന ഇവിടെ നിൽപ്പുണ്ട്, പക്ഷേ ഞാനത് ആദ്യം ഒന്ന് ആലോചിച്ചു, പിന്നെ വേണ്ടാന്ന് വെച്ചു. അത് ബിരിയാണി പോലെ ആയിപ്പോലെ. ഇനി നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പൊടി ഉണ്ടാക്കി വെച്ചില്ലേ, അത് ഒരു മുട്ട മസാല ഉണ്ടാക്കാനാണ് കേട്ടോ. മുട്ട ഞാനൊരു 6 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അത് ഇറ്റിയറ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ വെളിച്ചെണ്ണയാണ്. ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയത്, പല ഇതിൽ ടൈപ്പിലെ വെളിച്ചെണ്ണയുണ്ട്. ഇൻഫ്യൂസ്ഡ് നോർമൽ നല്ല പ്യുവർ ഇൻഫ്യൂസ്ഡ് കോക്കനട്ട് ഓയിൽ, അതേപോലെ ഗ്രീൻ ചില്ലി ഇൻഫ്യൂസ്ഡ് കോക്കനട്ട് ഓയിൽ, ജിഞ്ചർ ഇൻഫ്യൂസ്ഡ് കോക്കനട്ട് ഓയിൽ, കാർഡമം ഇൻഫ്യൂസ്ഡ് കോക്കനട്ട് ഓയിൽ. അങ്ങനെ ഞാനിത് അവരെനിക്ക് അയച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് ഇറ്റിയറ. നല്ല വെളിച്ചെണ്ണ മണപ്പിക്കുമ്പോൾ തന്നെ എന്തോ ഒരു ടേസ്റ്റാണെന്നറിയോ, ഭയങ്കര ഒരു നാച്ചുറൽ ടേസ്റ്റാണ്. പാലക്കാടാണ് കേട്ടോ. ഭയങ്കര നല്ല മണമാണ് വെളിച്ചെണ്ണയ്ക്ക് തുറക്കുമ്പോൾ തന്നെ. നല്ല പ്യുവർ കോക്കനട്ട് ഓയിൽ. ഞാനപ്പം ഇതിൻ്റെ നോർമൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇറ്റിയറയുടെ തന്നെ ഈ പുഴുങ്ങിയ മുട്ട ആദ്യം 2 സൈഡും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ്.
രണ്ട് സൈഡ് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇന്നലെ പൊടിച്ച് വെച്ചിരുന്നില്ലേ ആ പൊടി അതിവിടെ ചേർത്തു. പൊടി ഇഷ്ടം പോലെ ചേർത്തോ കേട്ടോ, നല്ല സൂപ്പറായിരിക്കും. കാരണം ഈ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ മുട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് സൂപ്പറാണ്. പിന്നെ വെണ്ടയ്ക്ക നീളത്തിൽ ഫ്രൈ ചെയ്തിട്ട് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. ലാസ്റ്റ് ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ഇവരുടെ ഗ്രീൻ ചില്ലി ഇൻഫ്യൂസ്ഡ് കോക്കനട്ട് ഓയിൽ. നല്ല എരിവാണ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റുമാണ്. അത് പച്ച കളറിൽ കണ്ടോ, അത് പച്ചമുളക് ഇൻഫ്യൂസ്ഡ് കോക്കനട്ട് ഓയിൽ ലാസ്റ്റ് ഒഴിക്കണം കേട്ടോ, ആദ്യമേ ഒഴിക്കേണ്ട. ആ ഒരു ഗ്രീൻ ചില്ലിയുടെ ഫ്ലേവറും ഒക്കെ ഇറങ്ങിയിട്ട് ഓഫ് ചെയ്യാൻ നേരത്ത് ഒഴിക്കുക. നല്ല ഒരു ടേസ്റ്റാണ്, ഒരു മണവും എല്ലാം കൂടെ സൂപ്പറാണ്. ഞാൻ ഇവരുടെ എണ്ണ ഇവിടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ, അത് ഓൺലൈൻ അവൈലബിൾ ആണ്, ഞാൻ അതും ഇവിടെ ടാഗ് ചെയ്തേക്കാം. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എനിക്കത് അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്, ട്രൈ ചെയ്യുക. എന്നിട്ട് ഇത് ഇങ്ങനെ ഞാൻ എടുത്തു. എനിക്കത് ഭയങ്കരമായിട്ട് ഈ മസാലയും നിങ്ങൾ ട്രൈ ചെയ്യണം, എല്ലാം ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ വല്ലപ്പോഴാണ് ഈയിടെയായിട്ട് കുക്ക് ചെയ്യാറ്, പണ്ടത്തെ അത്രയും കുക്കിംഗ് ഒന്നുമില്ല. എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെയാണ് ഇപ്പം കുക്ക് ചെയ്യുന്നത്. പക്ഷേ കുക്ക് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കുക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നിഷ സ്പൈസസിൽ ചെയ്ത പോലൊന്നും ഇപ്പം ഇല്ല, നന്ദുവിന് വേണ്ടി ചെയ്തിരുന്ന അത്രയും ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. പക്ഷെ ചെയ്യുന്നത് മുരളിയേട്ടന് അത്രയും സ്നേഹത്തോടെ ആയിരിക്കും ചെയ്തത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതൊന്നും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നിട്ട് കമൻറ്റിലൂടെ പറയണം കേട്ടോ, ഇത് അത്രയും ടേസ്റ്റിയാണ്. ഇന്നത്തെ ഡിഷുകളെല്ലാം ഏതായാലും സൂപ്പർ ഹിറ്റായിരുന്നു. മുരളിയേട്ടനെ അത്രയും അപ്രീഷിയേറ്റ് ചെയ്തു. എല്ലാം ലഞ്ചും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ, എല്ലാം നല്ലതായിരുന്നു. ഇനിയും നെക്സ്റ്റ് പരിപാടി നമുക്ക് ചിക്കൻ ഉണ്ടാക്കണ്ടേ, ടർക്കിഷ് ചിക്കൻ. അതും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അത് പക്ഷേ ഞാൻ ആദ്യമേ പറയുന്നില്ല, ലാസ്റ്റ് പറയാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയൊന്നും അല്ല കേട്ടോ, സാധാ എണ്ണ ഒഴിക്കുക. റൈസ് ബ്രൈൻ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കുക. കുറച്ച് എണ്ണ മതി, ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ മതി. ഫ്രൈ ഒന്നുമല്ല, ജസ്റ്റ് ആ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ മാത്രം. ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ എവിടെയെങ്കിലും ഉണ്ടാക്കി നോക്കാം. ഈ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അങ്ങനെ തന്നെ ആ എണ്ണയ്ക്കകത്തോട്ട് ഇടുക. ഫുള്ള് ചിക്കൻ എണ്ണയ്ക്കകത്തോട്ട് ഇടുക. എന്നിട്ട് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് ആ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെച്ച് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്ത് വേവിച്ചെടുക്കുന്ന പോലെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 2 ടേബിൾ സ്പൂൺ എണ്ണയ്ക്കകത്ത് മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ്സ് വെച്ചാൽ മതി. കാരണം ചിക്കൻ ബ്രസ്റ്റ് അല്ലേ, അല്ലെങ്കിൽ 20 മിനിറ്റ്സ് ഒക്കെ മതി. പക്ഷേ ഇത് 1 കിലോ ചിക്കൻ ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞ് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഇളക്കി കൊടുക്കുക. ഇത് പിന്നെ റൈത്ത, ഒരു സിമ്പിൾ റൈത്തയാണ് കേട്ടോ. തൈര് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അതിലോട്ട് ഒരു 2 ചെറിയ കാന്താരി കട്ട് ചെയ്തിട്ടു. തൈര് ആദ്യം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. കാന്താരി കട്ട് ചെയ്തിട്ടിട്ട് ചെറിയ ജീരകം ഞാൻ എപ്പോഴും കുറച്ചൊന്ന് പൊടിച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പം ആ ചെറിയ ജീരകം പൊടിച്ചതും കൂടിയിട്ട്, ഇത് ബൂന്തി റൈത്തയാണ് ഉണ്ടാക്കുന്നത്. ഈ പുലാവിൻ്റെ കൂടൊക്കെ എപ്പോഴും ഇത് ഞാൻ ഷാർജ വെച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു സംഭവമാണ് ഈ ബൂന്തി റൈത്ത. ബൂന്തി റൈത്ത എനിക്ക് നന്ദുവാണ് ആക്ച്വലി സജസ്റ്റ് ചെയ്തത്, ബൂന്തി റൈത്ത സ്ഥിരം ഉണ്ടാക്കാൻ. ഞാൻ അപ്പം തൊട്ട് ബൂന്തി റൈത്ത എൻ്റെ ഒരു സ്ഥിരം മെനു ആണ് ഷാർജയിൽ തൊട്ട്. അപ്പം അത് നല്ലൊരു സംഭവമാണ്, നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഈ സവോള കട്ട് ചെയ്യൽ, മറ്റേ ടൊമാറ്റോ, സാലഡ്, കുക്കുംബർ, ഇതാകുമ്പോൾ ഈസി അല്ലേ. ഇതും തൈരും ചെറിയ ജീരകവും കൂടെ മിക്സ് ചെയ്യുക. കുറച്ച് ബൂന്തി, അത് ബൂന്തി പക്ഷേ സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം ഇടുക. മറ്റേ സ്പൈസി ബൂന്തി ഇല്ലേ, അത് നമ്മൾ ടേബിളിലോട്ട് വെക്കുമ്പോഴിടുക. ആദ്യം വെച്ച് അത് കുതിർന്നു പോകും. ഓക്കെ. പിന്നെ ഈ ചിക്കന് വേണ്ടിയിട്ട് ഇനി അടുത്ത് ചെയ്യുന്ന 1 ടേബിൾ സ്പൂൺ ബട്ടർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ആ ബട്ടർ മെൽറ്റായി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ, നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് 1 ടേബിൾ സ്പൂൺ മൈദ ഇടുക. നമ്മളൊരു വൈറ്റ് സോസ് സാധാരണ നമ്മൾ പാസ്തയ്ക്ക് ഉണ്ടാക്കത്തില്ല, അതേപോലെ തന്നെ വൈറ്റ് സോസ്. ഇനിയും ആ മൈദയുടെ പച്ച മണം മാറണം, അതുവരെ അത് ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമുക്കൊരു ചെറുതായിട്ടിങ്ങനെ ഒരു ചെറിയ ബബിൾസ് പോലെ വന്ന് തുടങ്ങും. അപ്പം അതുവരെ ഒരു ചെറിയൊരു മണവും വരും, ആ വഴണ്ടി വരുന്ന മൈദയുടെ ഒരു പച്ച മണം മാറുന്ന ഒരു ചെറിയ മണവും വരും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ലോ ഫ്ലെയിമിൽ ഇടാവും കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞും പോവും. അപ്പോഴത്തേക്കും 1 കപ്പ് നമ്മുടെ സാദാ പാലൊഴിക്കുക. അതിലോട്ട് പാലൊഴിച്ചിട്ട് അത് ലോ ഫ്ലെയിമിൽ കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പാല് ചൂടോ തണുപ്പോ അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഇത് വേണേലും ഒഴിക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ലോ ടു മീഡിയം ആക്കാം. തീരെ ലോ വെച്ചാൽ കുറേ സമയം ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് അത്രയും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മീഡിയത്തിൽ വെച്ചു കേട്ടോ. അപ്പം എന്നിട്ട് അതിങ്ങനെ കുറുകി വരുന്നത് വരെ കുറച്ച് തിക്കാവും, പക്ഷെ ഒരുപാട് തിക്കാവരുത്. ഒരുപാട് തിക്കായാലും പിന്നെ ലാസ്റ്റ് അത് വെള്ളം ഒഴിച്ചൊക്കെ ലൂസ് ആക്കേണ്ടി വരും. അതുകൊണ്ട് ഒരുപാട് തിക്കാക്കാതെ ചെയ്യുക. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് കസൂരി മേത്തി, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ കയ്യിൽ വെച്ച് പൊടിച്ച് ചേർക്കാം. കസൂരി മേത്തി ചേർക്കുക. പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് ഇല്ലേ, ഉണക്കമുളക്, ചുമന്ന ഉണക്കമുളക് പൊടിച്ചത്,
അതും ചേർക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലോട്ട് ചിക്കൻ മസാലയും ചേർക്കാം. ഞാൻ ചിക്കൻ മസാല ചേർത്തില്ല, കാരണം മുരളിയേട്ടന് ഭയങ്കര മസാല ഫ്ലേവർ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല ചേർത്തില്ല. അല്ലെങ്കിൽ ഈ സമയത്ത് ഇതിനകത്തോട്ട് കുറച്ച് ചിക്കൻ മസാല ചേർക്കാം. അത് നിങ്ങളുടെ പ്രിഫറൻസ് കേട്ടോ. അത് ചേർക്കുന്നവർക്ക് ചേർക്കാം. മസാലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കൊക്കെ. മുരളിയേട്ടന് ഭയങ്കര മസാല എപ്പോഴും എൻ്റെ അടുത്ത് മസാല കൂടരുത് എന്ന് പറയുന്നത് കാരണം മാത്രം ഞാൻ ചിക്കൻ മസാല ചേർത്തില്ല. അല്ലെങ്കിൽ ഇപ്പം ഉറിയാനോ റെഡ് ചില്ലി ഫ്ലേക്സ് മാത്രമേ ചേർത്തുള്ളൂ. ഇത് മാത്രം ചേർത്താൽ നല്ലതാണ്. മസാല ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തു. വൈറ്റ് സോസ് അങ്ങനെ തന്നെ ദാണ്ട് ഇതിലോട്ട് ഒഴിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് മുരളിയേട്ടൻ ഇടയ്ക്ക് വന്നു കേക്ക് എടുക്കാനും ഒക്കെ ആയിട്ട്. മുരളിയുടെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ടും വർത്താനം പറയലും വൈറ്റ് സോസ് ഒഴിക്കുന്ന സമയപ്പോഴാണ് വന്നത്. അവിടെ എൻ്റെ കോൺസെൻട്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ ആയിപ്പോയി. അപ്പം വൈറ്റ് സോസ് ഒഴിച്ചു. പിന്നെ അത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കണം കേട്ടോ. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതിപ്പോൾ എത്ര ഈസി ആയിട്ടുള്ള ഇതിനകത്ത് സവോള വഴറ്റണ്ട, വേറെ ഒരു കാര്യവും ചെയ്യേണ്ട. ഇത് ജസ്റ്റ് ഇരുന്ന് വെന്തോളും. ആ വൈറ്റ് സോസ് ഉണ്ടാക്കൽ മാത്രം. ഇതിൽ എളുപ്പമുള്ളൊരു ചിക്കൻ ഉണ്ടാവുമോ? ഇതിൽ എളുപ്പമുള്ള ചിക്കനൊക്കെ ഉണ്ടാകും, അത് വേറെ കാര്യം. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. മുരളിയേട്ടൻ്റെ അടുത്ത് ഇത് അത്ര സാധാരണ കഴിക്കാത്തൊരു ഡിഷല്ല. നമുക്ക് പുറത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ ഇട്ട് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഡെഫിനറ്റായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യും. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ലാസ്റ്റ് മല്ലിയില ഇഷ്ടം പോലെ ചേർത്തു. മല്ലിയില ചേർത്ത് പിന്നെ നമുക്ക് വേണമെന്നുണ്ടല്ലോ, ഞാനിതൊരു സ്പെഷ്യൽ ലഞ്ച് ട്രീറ്റ് ആയതുകൊണ്ട് നമ്മുടെ മോസറല്ല ഗ്രേറ്റഡ് ചീസിലെ അതും കൂടെ മുകളിൽ ചേർത്തു. അത് ആക്ച്വലി ചേർക്കും. നിങ്ങൾക്ക് വീട്ടിലത്തേക്ക് നോർമലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചേർക്കണം എന്നില്ല. അല്ലാതെ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ലഞ്ച് അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പം ഉണ്ടാക്കുന്ന ഒരു ഡിഷാണെങ്കിൽ ചേർക്കാം. കുറച്ചൊരു 4-5 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് ചീസ് മുകളിൽ ചേർത്ത് ഒരു 2-3 മിനിറ്റ്സ് ആ ചീസ് അലിഞ്ഞ് വരുന്നവരെ വെച്ചിട്ട് ഫ്ലെയിം ഓഫാക്കുക. ഒരു 2 മിനിറ്റ് വെച്ചിട്ട് ഫ്ലെയിം ഓഫാക്കുക. അങ്ങനെ ഇത് ചൂടായിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിത് ഞാൻ പറഞ്ഞൊരു 12 മണിയൊക്കെ കഴിഞ്ഞ് ലഞ്ചിൻ്റെ സമയമായപ്പോഴാണ് വെച്ചത്. ഇല്ലെങ്കിൽ തണുത്ത് പോവുകയാണെങ്കിൽ ചൂടാക്കിയിട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ചിക്കൻ റെഡിയായി. ഫുള്ള് അന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പം പുലാവ് റെഡി. ഒരു ഈസി ലഞ്ചാണ്. പുലാവ് റെഡി, ചിക്കൻ റെഡി, മുട്ട മസാലയല്ല, ഒരു പൊടി മുട്ട മസാല എന്നൊക്കെ പേരിടാം. പൊടി മുട്ട മസാല റെഡി. പിന്നെ റൈത്ത റെഡി, കേക്ക് റെഡി. ഡെസേർട്ടായിട്ട് വേറെ ഒന്നും പ്ലാൻ ചെയ്തില്ല, കാരണം കേക്കാണ് ഡെസേർട്ട്. വേറെ ഡെസേർട്ടും കൂടെ ഉണ്ടാക്കാൻ എനിക്ക് വയ്യായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ മുരളിയുടെ ഫുൾ ടൈം മുരളിയുടെ വീണ്ടും ലഞ്ച് കഴിച്ചുകൊണ്ട് തിരിച്ച് പോവുകയും ചെയ്യും. മുരളിയുടെ അവിടെ ഇരിക്കുന്നൊന്നുമില്ല. പിന്നെ വേറെ ഡെസേർട്ടൊന്നും പ്ലാൻ ചെയ്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേക്ക് മതി, ഡെസേർട്ട് സാരമില്ല. അപ്പം ഇതാണ് എൻ്റെ ലഞ്ച്. അമ്മയും മീറ്റിങ്ങിന് പോയിരിക്കും കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനത്തെ മീറ്റിങ്ങൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ലഞ്ചിൻ്റെ സമയം ഇവരെല്ലാം 2 മണിക്കൊക്കെ കഴിഞ്ഞാണ് വന്നത് കേട്ടോ. വന്ന് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ആണ് വന്നത്. തിരിച്ച് പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ 2:30 കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ ഡ്രസ്സൊക്കെ മാറി. ലഞ്ച് ഏതായാലും സൂപ്പർ ഹിറ്റായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുക. ട്രൈ ചെയ്തിട്ട് വിവരം അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.